ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ ഒരു ഫുൾ ഡേ റുട്ടീനുമായിട്ടാണ്. അതിൻ്റെ കൂടെ തന്നെയല്ലേ എൻ്റെ വീട്ടിൽ ഞാൻ എങ്ങനെയാണ് സഹായത്തിന് ആളെ വിളിക്കാണ്ട് എൻ്റെ വീട്ടിലെ മൊത്തം കാര്യങ്ങൾ നോക്കുന്നതെന്നുള്ള ടിപ്സും ട്രിക്സും കാര്യങ്ങളെല്ലാം ഞാൻ ഷെയർ ആക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കണ്ടോക്കുക. വീഡിയോയിലേക്ക് പോകും മുമ്പേ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യുക. അപ്പോൾ ഇതാ രാവിലത്തെ നമസ്കാരവും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് പിന്നെ മുറ്റത്തേക്ക് ഇറങ്ങും, ചെടികളെ കാര്യങ്ങൾ കുറച്ച് നോക്കും. എന്നിട്ടാണ് കിച്ചണിലേക്ക് വന്നേ. ഇന്നിപ്പം ബ്രേക്ക്ഫാസ്റ്റിന് ദോശ ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. ദോശൻ്റെ മാവ് അരച്ച് വെച്ചതുണ്ട്, പിന്നെ ഞാൻ തലേദിവസം ഉണ്ടാക്കിയ സാമ്പാറുണ്ട്. ഞാൻ എന്തായാലും ചട്നിയും കാര്യങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല. ദോശയും കട്ടൻ ചായയും സാമ്പാറും അങ്ങനെ കഴിക്കാമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ മുട്ട ഓംപ്ലേറ്റ് ആക്കുന്നുണ്ടെങ്കിൽ ഓംപ്ലേറ്റ് ആക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ വേവിക്കാമെന്നെല്ലാം വിചാരിച്ചിട്ട് മുട്ടയും കൂടി എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ കഴിഞ്ഞ വീഡിയോസിന് നിങ്ങൾ തന്ന സപ്പോർട്ടിന് താങ്ക് യു സോ മച്ച്. ഒരുപാട് നല്ല നല്ല കമൻറ്റ്സ് കണ്ടിട്ടുണ്ടായിന്. പിന്നെ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിന് ഫ്രീസറിലാണോ വെക്കണ്ടേ ഫ്രിഡ്ജിലാണോ വെക്കണ്ടേ എന്നെല്ലാം. ഞാൻ ഫ്രിഡ്ജിലാണേ വെക്കൽ. എനിക്ക് 2 ആഴ്ച വരെ ഒന്നും കേടുകൂടാണ്ട് ഉപയോഗിക്കാൻ പറ്റലുണ്ട്. പിന്നെ 3 ആഴ്ച എല്ലാം വെക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് ടിഷ്യൂ പേപ്പറോ കാര്യങ്ങളോ വെച്ചിട്ട് അതിനുള്ളിൽ നിന്ന് വെള്ളം ഇറങ്ങും. ആ വെള്ളം ഒന്ന് കളയണം, ഇല്ലാന്നുണ്ടെങ്കിൽ ഐറ്റംസ് കേടായി പോവേ. അതുപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്യുമ്പം വെജിറ്റബിൾസ് കട്ട് ചെയ്യുന്ന സമയം ഒട്ടും വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് ഉണ്ടാവാൻ പാടില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിലും നമ്മൾ കട്ട് ചെയ്ത് വെക്കുന്ന വെജീസ് കേടായി പോകാൻ ചാൻസ് കൂടുതലാണ്. പിന്നെ ഒരുപാട് നേരം പുറത്തെടുത്ത് വെച്ച് പിന്നെയും ഫ്രിഡ്ജിൽ വെച്ച് പിന്നെയും അങ്ങനെ യൂസ് ചെയ്യുമ്പം കേടായി പോകും. അതുകൊണ്ട് തന്നെ ഒരു നേരം ഉണ്ടാക്കേണ്ട ഐറ്റംസ് ഒരു ബോക്സിലാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി അടിപൊളിയായിരിക്കും. പിന്നെ ഫ്രീസറിൽ വെക്കുന്നവരോട് 1 മാസം 1.5 മാസം എല്ലാം ഉപയോഗിക്കാൻ പറ്റുമോ ഫ്രീസറിൽ വെച്ചിട്ട് എന്ന് ചോദിച്ചിട്ടുണ്ടായിനി. അങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിൽ വെജീസ് കുറച്ചൊന്ന് വേവിച്ചിട്ട് നിങ്ങൾക്ക് ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ യൂസ് ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. അങ്ങനെ പിന്നെന്താ 1.5 മാസമൊന്നും എന്തായാലും നിൽക്കുകയും ചെയ്യില്ല. ഒരു 3 ആഴ്ച അങ്ങനെ നമ്മൾ യൂസ് ചെയ്യുന്ന പോലെ ഇരിക്കും 1 മാസത്തേക്കെല്ലാം കട്ട് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ. കാര്യം അതിന് വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് ഇറങ്ങും. ഇടയ്ക്ക് എടുത്തിട്ട് എല്ലാം വെള്ളം കളഞ്ഞിട്ട് അങ്ങനെയെല്ലാം വെക്കുകയാണെന്നുണ്ടെങ്കിൽ 1 മാസം കൃത്യമായിട്ട് എത്തും. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു 2 ആഴ്ച, 1 മാസത്തേക്കൊന്നും കട്ട് ചെയ്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഒരു ഒരാഴ്ചത്തേക്ക് മാത്രം, ഒരു ശനിയാഴ്ചയോ ഞായറാഴ്ചയോ ഇങ്ങനെ രാത്രി ഒരു 3 മണിക്കൂർ നമ്മൾ സ്പെൻഡ് ചെയ്ത് ചിലവാക്കിയാൽ തന്നെ ഈ കട്ടിങ്ങും കാര്യങ്ങളെല്ലാം നടക്കും. ഒരാഴ്ചത്തേക്ക് സുഖമായിട്ട് നമുക്ക് വെജീസും കാര്യങ്ങളും യൂസ് ചെയ്യാം. സ്കൂൾ കുട്ടിയാലില്ലേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കാർട്ടൂണിൻ്റെ സൗണ്ട് കേട്ടിട്ട് ചെവിക്ക് റെസ്റ്റ് കിട്ടാത്ത പോലെയാണ്. ഞാൻ അധികം പറയും സൗണ്ട് വർക്ക് എന്ന്. അപ്പോൾ എല്ലാ വീട്ടിലും അങ്ങനെയെല്ലാം തന്നെയായിരിക്കും. കാർട്ടൂണിൻ്റെ സൗണ്ടും പിന്നെ ടോയ്സും മൊത്തം അങ്ങനെ. പിന്നെ ഞാൻ കാർട്ടൂൺ വെച്ച് കൊടുക്കുവേ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മൈസിയും മൻഹെല്ലാം ചെറുതിൽ തന്നെ ഇംഗ്ലീഷും ഹിന്ദിയെല്ലാം ഫ്ലുവൻ്റായിട്ട് സംസാരിക്കുക. അതുകൊണ്ടല്ല, അവർ ചെറുതിൽ ഇങ്ങനെ കാർട്ടൂൺ കാണുമ്പം കാർട്ടൂണിൽ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ അവർ തന്നാലെ പഠിച്ചോളും. നമ്മൾ സ്കൂളിൽ ചേർക്കും മുമ്പേ അവർ ഇംഗ്ലീഷും ഹിന്ദിയെല്ലാം പഠിച്ചോളും. അതുകൊണ്ട് തന്നെ ഞാൻ മുഹമ്മദിനും ഇപ്പം ഞാൻ അറബി കാർട്ടൂൺ അടക്കം വെച്ച് കൊടുക്കലുണ്ട്. കാരണം അറബിയും കൂടി അവൻ പഠിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഞാനെല്ലാം ഇംഗ്ലീഷിൽ സംസാരിക്കാൻ പഠിച്ചത് ആദ്യം കുറച്ചെങ്കിലും പഠിച്ചത് ഞാൻ ഗൾഫിൽ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടായിനി. അവിടെ നമ്മളെ കൂടെ ഉണ്ടാവുക ഹിന്ദി സംസാരിക്കുന്ന കുട്ടികൾ, ഇംഗ്ലീഷ് അറബി സംസാരിക്കുന്ന കുട്ടികളെല്ലാം ആയിരിക്കും. അപ്പം നമ്മളങ്ങനെ അവരോട് സംസാരിക്കുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഇംഗ്ലീഷിൽ സംസാരിക്കാനെല്ലാം പഠിച്ചത്. പക്ഷേ ഇപ്പോഴത്തെ കുട്ടികൾക്ക് അതിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല. ഇപ്പോഴത്തെ കുട്ടികളില്ലേ
കാർട്ടൂൺ കണ്ടാൽ തന്നെ അവർ നല്ല വൃത്തിക്ക് ഇംഗ്ലീഷ് ആയാലും ഹിന്ദി ആയാലും എല്ലാം സംസാരിക്കും. പിന്നെ മക്കളെല്ലാം സ്കൂളിൽ ചേർത്തും മുമ്പ് തന്നെ ഇംഗ്ലീഷും ഹിന്ദിയെല്ലാം നല്ലോണം സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിനി. അപ്പോൾ അതെനിക്ക് ഭയങ്കര യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ടായിനി. പിന്നില്ലേ ഞാനിപ്പം കാർട്ടൂണിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് എപ്പോഴും കുട്ടികളെ കാർട്ടൂണിൻ്റെ മുമ്പിലാക്കണമെന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്. വെക്കേഷൻ ടൈമാണ്, കുട്ടികളെ കളിക്കാൻ വിടുക, പുറത്ത് കളിക്കാൻ വിടുക, വെള്ളത്തിലും മണ്ണിലെല്ലാം കളിച്ചിട്ട് കുട്ടികൾ വളരണം. ജസ്റ്റ് ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കാനും ഭയങ്കര എളുപ്പമുള്ള ഒരു കാര്യം ഈ കാർട്ടൂണാന്ന് മാത്രം പറഞ്ഞതാണ് കേട്ടോ. അങ്ങനെ ഇനിയിപ്പോൾ ആ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് രാവിലെ തന്നെ ഞാൻ അലക്കാനിടുവേ. അതിപ്പോൾ ആറിയിടലാണ്. കുട്ടികൾക്ക് വെക്കേഷൻ ആയിക്കഴിഞ്ഞാലും ഞാൻ എൻ്റെ റൂട്ടീൻസിൽ അത്ര മാറ്റങ്ങളൊന്നും വരുത്തലില്ലേ. കാര്യം മാറ്റം വരുത്തി കഴിഞ്ഞാൽ പിന്നെ ക്ലാസ്സിൽ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര മടിയായിട്ട് ഫീൽ ചെയ്യും. അതുകൊണ്ട് തന്നെ രാവിലത്തെ കാര്യങ്ങൾ നമ്മൾ രാവിലെ ചിട്ടയോടെ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് സമയം നമുക്ക് ബാക്കിയാവേ. ഇനിയിപ്പോൾ ഇതാ ഞാനില്ലേ കറിവേപ്പിലെല്ലാം പറിച്ചിട്ട് കിച്ചണിലേക്ക് പോലാണ് ലഞ്ച് റെഡിയാക്കി എടുക്കണം. പിന്നെന്താ വെക്കേഷൻ്റെ എല്ലാം ടൈമല്ലേ, കുട്ടികൾക്ക് എന്താ പറയുക കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ ഗിഫ്റ്റിനെ കുറിച്ചിട്ട് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ആക്കാം. നമ്മളെ മക്കൾ എത്ര പഠിച്ചാലും കുട്ടികൾക്ക് എക്സാം വരുന്ന സമയത്ത് ഭയങ്കര ടെൻഷനാണ്. അതുപോലെ തന്നെ നമ്മളെ മക്കൾക്ക് ഭയങ്കര എക്സാമിൻ്റെ ടൈം ഭയങ്കര എന്താ പറയുക എക്സാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര പേടിയാണെന്നെല്ലാം പറയലുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല കാര്യങ്ങളും കുട്ടികളിൽ മനസ്സിലാക്കിയിട്ട് പഠിക്കാണ്ട് ബൈ ഹാർട്ട് ചെയ്യുന്നതുകൊണ്ടുള്ള പ്രശ്നമാണ് കേട്ടോ. അതെല്ലാം CBSE കുട്ടികളിലാണെന്നുണ്ടെങ്കിൽ പറയേണ്ട ആവശ്യമില്ല, അവർക്ക് അത്രയ്ക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ഇല്ലേ 21 രാജ്യങ്ങളിൽ 5000-ലധികം വിദ്യാർത്ഥികൾ പഠിച്ചിറങ്ങിയ ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ എന്ന രീതിയിൽ ഓൺലൈൻ ട്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് ആൽബിഡോ. ഒരു ഗേൾ അവിടെ താഴത്ത് നിൽക്കുന്നുണ്ട്, ഒരു ഗേൾ ആ സ്ലൈഡിലൂടെ ഇറങ്ങി വരുന്നുണ്ട്. അപ്പൊ 1 2 ഗേൾസ് ഉണ്ട്, 2 ബോയ്സും ഉണ്ട്. അപ്പൊ എത്ര ചിൽഡ്രൻസ് ഉണ്ട് അവിടെ ടോട്ടലായിട്ട്? അപ്പൊ ഗേൾസ് ടോട്ടൽ കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? ആ കിട്ടിയിട്ടുള്ള 2 ഗേളും 2 ബോയും. അപ്പൊ 1 2 3 4. അപ്പോൾ 4 ചിൽഡ്രൻസ് ആർ ദേർ ഇൻ ദിസ്. വലിയ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ആദ്യം ഞാൻ ആൽബിഡോനെ ചൂസ് ചെയ്ത. ഇതിപ്പം 3 വർഷത്തോളമായി. അന്നേരം ഞാൻ ഫൗണ്ടേഷൻ ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടാണ് അവരെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിനി. അപ്പോൾ ഇല്ലേ നമ്മൾ മക്കളുടെ റീഡിങ് റൈറ്റിങ് ആവാത്ത ഇഷ്യൂ എല്ലാം ഉണ്ടെങ്കിൽ മലയാളം, മാത്സ്, ഇംഗ്ലീഷ് എന്നീ സബ്ജക്റ്റിലെല്ലാം കൃത്യമായിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ കിട്ടാണ്ട് ബുദ്ധിമുട്ടിക്കുന്ന കുട്ടികളെല്ലാം ഉണ്ടാവില്ലേ. ഇങ്ങനെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് ആൽബിഡോ വെറും 20 ദിവസം കൊണ്ട് കുട്ടികളുടെ ഫൗണ്ടേഷൻ ക്ലിയർ ആക്കാനുള്ള പെൻസിൽ കോഴ്സ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇപ്പം വെക്കേഷൻ്റെ എല്ലാം ടൈമാണ്, നമ്മൾ കുട്ടികളുടെ ഫൗണ്ടേഷനും കാര്യങ്ങളൊന്നും ക്ലിയർ അല്ലാണ്ട് നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് അവർ പോയി കഴിഞ്ഞാൽ അവിടെ നിന്നും അവർ ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വരും. ക്വാളിഫൈഡ് ആയിട്ടുള്ള ടീച്ചേഴ്സാണ് ക്ലാസ് എടുത്ത് കൊടുക്കുന്നത്. മെൻറ്ററിങ് സപ്പോർട്ടും കൂടി ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ മന്ത്ലി ചാപ്റ്റർ വൈസ് റിവിഷന്, അതുപോലെ തന്നെ എക്സാംസ്, അതുപോലെ തന്നെ ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ എന്ന രീതിയിലുള്ള അറ്റൻഷനും ഉറപ്പുവരുത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ GCC കൺട്രീസിലുള്ള സെറ്റിൽഡ് ആയിട്ടുള്ള പാരൻസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കുട്ടികൾക്കുള്ള ബെസ്റ്റ് എഡ്യൂക്കേഷൻ ഓപ്ഷനാണ് ഈ ഒരു ആൽബിഡോ ഓൺലൈൻ സ്കൂളിങ്.
അതുപോലെ തന്നെ ഓൺലൈനായിട്ടുകൊണ്ട് തന്നെ ലോകത്തിൻ്റെ ഏത് കോണിൽ നിന്നും നമുക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യാനും പറ്റും. കസ്റ്റമൈസ്ഡ് ടൈമും കൂടിയാണ്. അതുപോലെ തന്നെ ഇൻഡിവിജ്വൽ അറ്റൻഷനും കൂടി അവർ ഉറപ്പുവരുത്തും. അക്കാദമിക് ട്യൂഷനാണ് കൊടുക്കുന്നത്. അക്കാദമിക്കും ഫൗണ്ടേഷൻ ക്ലാസ്സും മാത്രമല്ല കേട്ടോ. 8th 9th 10th സ്റ്റാൻഡേർഡിലെല്ലാം പഠിക്കുന്ന കുട്ടികൾക്ക് CBSE സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ അവർക്കില്ലേ ആൽബിഡോ A+ ക്യാമ്പസ് എന്ന് പറഞ്ഞിട്ട് ഒരുക്കിയിട്ടുണ്ട്. അവരിലെ കൺസെപ്റ്റ് മനസ്സിലാക്കിക്കൊണ്ട് ഓരോ സബ്ജക്റ്റിലും ഫൗണ്ടേഷൻ മുതൽ A1 ലഭിക്കാൻ വേണ്ടിക്ക് കുട്ടികളെ പ്രാപ്തരാക്കുന്ന രീതിയിലാണ് കേട്ടോ ഈ ഒരു A+ ക്യാമ്പസ് ഇവർ ഒരുക്കിയിട്ടുള്ളത്. ഇപ്പം GCCയിലെ എഡ്യൂക്കേഷൻ പേയ്മെൻറ്റിന് അപേക്ഷിച്ചിട്ട് അഫോർഡബിൾ പേയ്മെൻറ്റും കൂടിയാണ് കേട്ടോ. ആൽബിഡോൻ്റെ കൂടാണ്ടിലെ പേയ്മെൻറ്റിന് വേർത്തായിട്ടുള്ള പ്രീമിയം ക്ലാസ്സസ് ആയിരിക്കും നമ്മളെ കുട്ടികൾക്ക് കിട്ടുക. ഇപ്പം ആൽബിഡോ ഓൺലൈൻ സ്കൂളിങ്ങിൽ KG LP UP സ്റ്റുഡൻസിന് തന്നെ IGCSE IB ICISE CBSE സിലബസിലാണ് ഇവർ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. നമ്മളെ മക്കൾക്ക് ഇഷ്ടപ്പെട്ട ടീച്ചേഴ്സിനെ നമുക്ക് തന്നെ ചൂസ് ചെയ്യാനും പറ്റും. പിന്നെ റിസൾട്ടിൻ്റെ കാര്യത്തിൽ ഒരു ടെൻഷനും വേണ്ട. ഒരുപാട് രക്ഷിതാക്കളുടെ പോസിറ്റീവ് ഫീഡ്ബാക്ക് കിട്ടിയ ഒരു ഓൺലൈൻ ട്യൂഷൻ പ്ലാറ്റ്ഫോമാണ് കേട്ടോ ഈ ഒരു ആൽബിഡോ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോസിലെല്ലാം ഫീഡ്ബാക്കും കാര്യങ്ങളെല്ലാം വോയിസെല്ലാം നിങ്ങൾക്ക് കേൾപ്പിച്ചിട്ടുണ്ടായിരുന്നു. മക്കൾക്ക് ഈ ഒരു വെക്കേഷൻ്റെ ടൈമിൽ നമ്മൾ കൊടുക്കുന്ന ബെസ്റ്റ് ഗിഫ്റ്റ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ വെറുതെയും മൊബൈലിൽ കളിക്കാൻ വിടാണ്ട് അവരുടെ ഈ വെക്കേഷൻ കാലം കറക്റ്റായിട്ട് നമ്മൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മളെ കുട്ടികൾ അടുത്ത അക്കാദമിക് ഇയർ ആകുമ്പോഴേക്കും നല്ല സ്മാർട്ടായിട്ട് അവർക്ക് എക്സാമിന് ഒരു ഭയവും ഇല്ലാത്ത രീതിയിൽ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുട്ടികളെ സമയത്തിന് കളിക്കാൻ വിടുക, മുറ്റത്ത് കളിക്കാൻ വിടുക, വെള്ളത്തോട് കളിക്കാൻ വിടുക, ഇടയ്ക്ക് ഒരു ചെറിയ ട്രിപ്പ്. അത് നമ്മൾ വലിയ ടൂർ പോകണമെന്നൊന്നുമില്ല. നമ്മൾ അടുത്തുള്ള ബീച്ചിലോ പാർക്കിലോ പോവുക. അതുപോലെ തന്നെ 1 മണിക്കൂർ 1-2 മണിക്കൂർ ഈ ഒരു ഓൺലൈൻ ട്യൂഷൻ കൊടുക്കുക, അവരുടെ ഫൗണ്ടേഷൻ ക്ലിയർ ആക്കുക. അങ്ങനെ നമ്മളൊരു ചിട്ടയിൽ നമ്മൾ കുട്ടികളെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഈ ഫോണിൽ തന്നെ കുട്ടികൾ അഡിക്റ്റ് ആവുന്ന പ്രശ്നങ്ങൾ ഇല്ലാണ്ടാവും. അവർ കുറച്ചും കൂടി മെൻ്റലി ഹാപ്പി ആവും, ഹെൽത്തി ആവും. നല്ല കുട്ടികളാക്കിയിട്ട് മാറ്റാൻ നമുക്ക് ഇത് ഹെൽപ്പ് ചെയ്യും. ആൽബിഡോൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഫുൾ ഡീറ്റെയിൽസ് കൊടുക്കുക. നിങ്ങൾ ചെക്ക് ചെയ്തു. അതുപോലെ ഇപ്പം തന്നെ അവരെ കോൺടാക്ട് ചെയ്തു. എൻ്റെ കോഡായ YT002 യൂസ് ചെയ്യാനും മറക്കണ്ടേ. എക്സ്ട്രാ ഓഫറും കൂടി നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അപ്പം നമ്മൾ ഈ ഒരു വെക്കേഷൻ്റെ ടൈമിൽ നമ്മളെ കുട്ടികളെ ഏൽപ്പിച്ചു കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി സുരക്ഷിതമായ ഒരു ഓൺലൈൻ ട്യൂഷനാണ് ആൽബിഡോ. നിങ്ങൾക്ക് വിശ്വസിക്കുക കേട്ടോ. അപ്പോൾ എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ടായിന്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അപ്പം നിങ്ങൾ എന്തായാലും ഇപ്പം തന്നെ കോൺടാക്ട് ചെയ്യുക. അത് നാളത്തേക്ക് മാറ്റി വെക്കണ്ട. കാര്യം നാളത്തേക്ക് മാറ്റി വെക്കുന്നത് എന്തും നമുക്ക് മറന്നു പോയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ചെയ്യാമെന്ന് വിചാരിക്കും. അപ്പം നമ്മളെ കുട്ടികളുടെ കാര്യങ്ങൾ നമ്മളിപ്പം തന്നെ തീരുമാനിക്കുക. അപ്പോൾ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഫുൾ ഡീറ്റെയിൽസ് കൊടുക്കാം. അപ്പം അതിൻ്റെ ഇടയിൽ ഞാൻ കറിവേപ്പിലെല്ലാം പറിച്ചുകൊണ്ടാണ്. എന്നിട്ട് ഇതാ ക്ലീനിങ് ആണ്. എന്താ പറയുക, ബെഡ്ഷീറ്റും കാര്യങ്ങളെല്ലാം ഉറങ്ങിയണിച്ച ഉടനെ തന്നെ വിരിക്കുവേ. പിന്നെ ഇനിയിപ്പം സെൻട്രാളിൽ എന്തായാലും മോന് കളിച്ചത് ഇടയ്ക്കല്ല ഓൻ തന്നെ ചെയ്യുവേ. ഇതിപ്പം ഓന് പുറത്ത് പോയിട്ടുണ്ടായിന്, ഉമ്മാൻ്റെ അടുത്ത് പോയിട്ടുണ്ടായിന്. അപ്പം ഞാനിതാ വേഗം ക്ലീനാക്കി എടുക്കലാണ്. അപ്പോൾ ഡെയിലി ഉള്ള ക്ലീനിങ് ആണ് ഇതെല്ലാം. ഡെയിലി ഞാൻ ഈ ഗ്ലാസും കാര്യങ്ങളെല്ലാം ഡെയിലി ക്ലീൻ ആക്കുവേ. ഇല്ലാന്നുണ്ടെങ്കിൽ കലയും കാര്യങ്ങളെല്ലാം ഉണ്ടാവും. അപ്പോൾ ഗ്ലാസും കാര്യങ്ങളെല്ലാം വെക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഡെയിലി ക്ലീൻ ആക്കുന്നുണ്ടെങ്കിൽ മാത്രം വെക്കുക കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ മടിയിലുള്ളവരാണെന്നുണ്ടെങ്കിൽ ഗ്ലാസും കാര്യങ്ങളും വെക്കാണ്ടിരിക്കുന്നതാണ് നല്ലത്. വീട്ടിൽ ഹെൽപ്പിന് ആളെ വെച്ചൂടെ എന്ന് ചോദിക്കലുണ്ട്. എനിക്കില്ലേ ഞാൻ തന്നെ ചെയ്യലാണ് ഇഷ്ടം. അതത്ര നല്ല സ്വഭാവം എന്നല്ല, എന്നാലും എൻ്റെ ചെറുതിലെ എൻ്റെ തറവാട്ടിലായിക്കോട്ടെ, പിന്നെ എൻ്റെ ടീനേജ് ആ ഒരു പ്രായത്തിലാണ് ഉമ്മ വീട് വെച്ചിട്ടുണ്ടായിന്. അപ്പോൾ അവിടെ ആയിക്കോട്ടെ ഹെൽപ്പിന് ഏച്ചിമാരും നിത്താത്തമാരെല്ലാം ഉണ്ടായിട്ടുണ്ടായിന്. അപ്പോൾ ആ സമയം ഞാൻ അവരിങ്ങനെ ശ്രദ്ധിക്കും. ഒരു ഏച്ചിയുണ്ട്, തമിഴ്നാട്ടിലാണ്. ആ ഏച്ചി മാഷാല്ലാ ഭയങ്കരമായിട്ട് ക്ലീൻ ആക്കും. അതുപോലെ തന്നെ എന്താ പറയുക, ഇപ്പോഴും ഞാൻ ഈ ഇടയ്ക്ക് 1 വർഷം മുന്നേ പോലും ഏച്ചിനെ എൻ്റെ വീട്ടിൽ വിളിച്ചിട്ടുണ്ടായിനെ ക്ലീൻ ആക്കാൻ വേണ്ടിക്ക്. അപ്പോൾ ഏച്ചിക്ക് ഏകദേശം പ്രായമായി. അപ്പോൾ ആ ഒരു സമയം ഏച്ചി ആ പണ്ടത്തെ ഒരു ആക്റ്റീവിൽ തന്നെ പണിയെടുക്കും. അപ്പം ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വെറുതെ ഇങ്ങനെ തിന്നിട്ടും കുടിച്ചിട്ടും ബെഡിൻ്റെ കിടന്ന് മൊബൈൽ റീൽസ് നോക്കി നിൽക്കുമ്പം നമ്മുടെ ആരോഗ്യം ഇല്ലാണ്ടാവുകയാണ്. തടിയാനങ്ങാത്ത ഒരു ലൈഫ് സ്റ്റൈലാകുമ്പം നമുക്ക്
നമ്മുടെ മെൻ്റലി ആയിക്കോട്ടെ ഫിസിക്കലി ആയിക്കോട്ടെ, ഇപ്പോൾ ഒരു വർക്കും ചെയ്യാണ്ട് നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് ഡിപ്രഷന് കാര്യങ്ങൾ അങ്ങനത്തെ പ്രശ്നങ്ങൾ വരും, വെറുതെ ആങ്സൈറ്റി സ്ട്രെസ്സ് കാര്യങ്ങൾ വരും. പിന്നെ ഹെൽത്ത് വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ബോഡിയിൽ ഫാറ്റ് അടിനോടും ലിവർ ഫാറ്റ് കാര്യങ്ങൾ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് സംഭവിക്കും. അപ്പം നമുക്കുള്ള ആരോഗ്യം തന്നെയാണ് ഏച്ചിമാർക്കും പഠിച്ചം കൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ ഇല്ലേ മാക്സിമം നമ്മളവരെ വിളിക്കുക, അവർക്കൊരു ജോലി തന്നെയാണ് അതെല്ലാം. പക്ഷേ നമ്മൾ ഒന്നും ചെയ്യാണ്ട് അനങ്ങാപ്പാറകളെ പോലെ നിന്നിട്ട് അവരെ വിളിക്കുന്നതിനെ കൊണ്ട് എനിക്ക് യോജിപ്പില്ല കേട്ടോ. എല്ലാത്തിനും ഫുഡ് ഉണ്ടാക്കാൻ പോലും പുറത്തുനിന്ന് ആളെ ആശ്രയിക്കുക എന്ന് പറയുന്നതിൽ എനിക്ക് എന്താ പറയുക യോജിപ്പില്ലാത്തൊരു കാര്യം നമ്മൾ പിന്നെ എന്തിനാ നമുക്കും പഠിച്ചോൻ ആരോഗ്യം തന്നിട്ടുണ്ടായിന്. പഠിച്ചോന് അവരെ പോലെ തന്നെയാണ് നമ്മൾ സൃഷ്ടിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ വെറുതെ തിന്നിട്ടും സുഖിച്ചിട്ടും ജീവിക്കുന്നതിൽ നമ്മൾ വീട്ടിലത്തെ ജോലികൾ അത് കുഞ്ഞു കുഞ്ഞു ജോലികളാണ്, നമുക്കത് വലിയ ഭാരമായിട്ട് തോന്നുന്നതാണ്. കറക്റ്റ് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ രാവിലെ എണീച്ച ഉടനെ തന്നെ വെള്ളം കുടിക്കുക, അത് കഴിഞ്ഞ് വേഗം അലക്കാനിടുക. മെഷീനിലാണ് ഇപ്പം ഭൂരിഭാഗം ആൾക്കാരും മെഷീനിൽ അലക്കുന്ന ആൾക്കാർ തന്നെയാണ്. അപ്പം മെഷീനിൽ അലക്കാനിടുക, അത് കഴിഞ്ഞ് ചായയും കാര്യങ്ങളും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുക, മീൽ പ്രിപ്പ് റെഡിയാക്കി വെക്കുക, അത് കഴിഞ്ഞ് നമ്മൾ കുക്കിങ്ങും കാര്യങ്ങളും വേഗം ഫാസ്റ്റ് ആക്കുക, എന്നിട്ട് ക്ലീൻ ചെയ്യുക. അതെല്ലാം നമ്മൾ ആസ്വദിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മെൻ്റലി നല്ലോണം ഫ്രീ ആവുന്നൊരു സംഭവമാണ്. വെറുതെ നമ്മൾ എന്താ പറയുക, ഞാനില്ലേ കുറച്ച് നാൾ മുമ്പേ വെറും ഷോർട്ട് വീഡിയോസും കാര്യങ്ങളാണ് കാണൽ, ലോങ് വീഡിയോസ് കാണൽ കുറവാണ്. ലോങ് വീഡിയോസ് കാണലില്ല, കാര്യം എല്ലാം സ്പീഡിൽ കിട്ടുമല്ലോ ഷോർട്ടിൽ. ഫുഡിൻ്റെ റീൽസും കാര്യങ്ങളും ഇങ്ങനെ ഷോർട്ട് വീഡിയോയിൽ ഇങ്ങനെ കാണും. അപ്പം ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഷോർട്ട് വീഡിയോ നമ്മൾ കാണുന്ന മൂലയിൽ നമ്മൾ കുറേ സമയം അതിൽ തന്നെ മാറി 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 കണ്ടുകൊണ്ട് നമ്മളെ ടൈം മൊത്തം വേസ്റ്റാണ് അതിലാണ്. എനിക്ക് അതിൽ ഞാൻ ലോങ് വീഡിയോ കാണും, അതിൽ എനിക്ക് ഒരുപാട് മോട്ടിവേഷൻ കിട്ടലുണ്ട്. പക്ഷെ ഇപ്പം ഷോർട്ട് വീഡിയോ കാണാൻ തുടങ്ങിയ ശേഷം തന്നെ എനിക്ക് ഒരുപാട് പണി എക്സ്ട്രാ കൂടിയ പോലെ, കാര്യം നമ്മൾ ബ്രെയിനിന് തന്നെ കൺഫ്യൂഷനായി. കാര്യം പല ടൈപ്പ് വീഡിയോസാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ നമ്മളെ ബ്രെയിനിൽ കറക്റ്റായിട്ട് എന്താ ചെയ്യേണ്ടതെന്നുള്ള ഒരു നല്ലൊരു മെസ്സേജ് കിട്ടുന്നില്ല. അപ്പോൾ അതും നമ്മളെ മടിയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ ഞാനിപ്പം മാക്സിമം എന്താ പറയുക ലോങ് വീഡിയോസ് കാണാനാണ് ശ്രമിക്കുക. കാര്യം അത് കുറച്ചുകൂടി നമ്മൾ റിലാക്സ് ആക്കും, കുറച്ചുകൂടി കാര്യങ്ങൾ നമ്മൾ ഇപ്പം ആർക്കും ക്ഷമയില്ല, കാര്യം എല്ലാം സ്പീഡായിരിക്കണം. അപ്പോൾ കുറച്ചുകൂടി ക്ഷമാശീലരാക്കാൻ ഹെൽപ്പ് ചെയ്യും. കാര്യം എല്ലാം നമ്മൾ റിലാക്സ് ആയിട്ട് ചെയ്യാൻ ശ്രമിക്കുക. എല്ലാം സ്പീഡിൽ ചെയ്യുമ്പോൾ നമ്മളെ ലൈഫും ഭയങ്കര സ്പീഡായി പോകും. ലൈഫിലൊരു എന്താ പറയുക ഹാപ്പിനെസ് ഇല്ലാത്ത പോലത്തെ ഒരു ലൈഫായിരിക്കും നമുക്ക് ഉണ്ടാവുക. എല്ലാം ശാന്തമായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ മെൻ്റൽ ഹെൽത്തിനെ അത് ഒന്നുകൂടി ഇമ്പ്രൂവ് ചെയ്യും കേട്ടോ. അപ്പോൾ അത് ഞാൻ എൻ്റെ ലൈഫിൽ പഠിച്ചൊരു കാര്യമാണ്. ഇപ്പം ഷോർട്ട് വീഡിയോ ഇറങ്ങിയ ശേഷം അധികം ഞാൻ ലോങ് വീഡിയോ കാണാൻ നിൽക്കലില്ല, ഷോർട്ട് വീഡിയോയിൽ തന്നെ കാണൽ. അപ്പം എനിക്ക് മനസ്സിലായൊരു കാര്യം, നമ്മൾ ബ്രെയിൻ ഡാമേജ് ആവാൻ വേണ്ടിക്ക് അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കൂടുതൽ. ഞാൻ എൻ്റെ മക്കളോടും പറയലുണ്ട്, നിങ്ങൾ കാർട്ടൂൺ കണ്ടോ ലോങ് വീഡിയോസ് കണ്ടോ, നിങ്ങൾ ഷോർട്ട് വീഡിയോസ് കാണാൻ നിൽക്കില്ല, അത് നമ്മളെ ബ്രെയിനെ കൺഫ്യൂഷൻ ആക്കുമെന്ന്. അങ്ങനെ അപ്പോൾ അത് എൻ്റെ ലൈഫിൽ കുറേ ഞാൻ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഒരു കാര്യം മടിച്ചിയാവാനുള്ള ഒരു കാര്യമെന്നത് നമുക്ക് മടി വരാനില്ല. ഇപ്പം നമ്മളൊരു ലോങ് വീഡിയോ ഇങ്ങനത്തെ ഈ ഒരു മോട്ടിവേഷൻ നൽകുന്ന ലോങ് വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഈ ഒരു ഫോൺ വെച്ച ഉടനെ നമുക്ക് എന്തെങ്കിലും ക്ലീൻ ആക്കാൻ തോന്നും, നമ്മൾ വീട്ടിൽ എന്തെങ്കിലും പ്രൊഡക്റ്റീവായിട്ട് ചെയ്യാൻ തോന്നും. അതേ സ്ഥാനത്ത് നമ്മളിങ്ങനെ ഷോർട്ട് വീഡിയോ കാണുന്ന സമയമില്ല നമുക്കൊന്നും ചെയ്യാൻ തോന്നില്ല. കാര്യം ഒരിക്കൽ വരുന്നത് ഫുഡിൻ്റെ റീലായിരിക്കും, വേറെ കോമഡി ആയിരിക്കും, വേറേത് ഫാമിലി കപ്പിൾസിൻ്റെ എന്തെങ്കിലും ആക്ടിവിറ്റീസും കാര്യങ്ങളിലായിരിക്കും. അപ്പോൾ നമ്മളെ ബ്രെയിനിനെ കൺഫ്യൂഷൻ ആവുന്നത് എന്താ ചെയ്യേണ്ടതെന്നുള്ള കാര്യത്തിൽ. ഞാനത് മനസ്സിലാക്കിയ കാര്യമൊന്നും അത് ശരിയാണെന്നൊന്നും എനിക്കറിയില്ല, എനിക്ക് തോന്നിയൊരു കാര്യമൊന്നും. അതുകൊണ്ട് തന്നെ ഞാൻ കംപ്ലീറ്റ് അത് ഒഴിവാക്കിയൊരു കാര്യം കൂടിയാണ്. പിന്നെന്താ, ഈ ഒരു വീട് നമ്മൾ ക്ലീനാക്കി നീറ്റാക്കി വെച്ച് കഴിഞ്ഞാലുള്ള വേറൊരു ഉപകാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് സ്ട്രെസ്സ് നമുക്ക് കുറയും. കാര്യം വീട് അലങ്കോലമായിട്ടുണ്ടാകുമ്പം ഇപ്പോൾ കുട്ടികൾക്ക് സ്കൂളും കൂടി ഇല്ലാത്ത സമയം നമുക്ക് ഭയങ്കര സ്ട്രെസ് ഫീലായിരിക്കും ഉണ്ടാവുക. വീടും നാറി കുട്ടികളും എന്താ പറയുക കുളിക്കാണ്ട് ഫ്രഷ് ഇല്ലാണ്ട് കാണുമ്പം നമുക്ക് ഭയങ്കര ദേഷ്യം വരും, കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിരിക്കും. പല വീടുകളിലും പാരൻസ് പറയുന്ന ഒരു കാര്യമെന്നത് ഒരു സ്കൂള് തുറന്ന് കിട്ടിയാൽ മതി എന്നെല്ലാം പറയുന്ന ആൾക്കാരുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് സ്കൂൾ പൂട്ടിയിൽ ഭയങ്കര സന്തോഷം തോന്നലുണ്ട്. കാര്യം നമുക്ക് കുട്ടികളായിട്ട് കൂടുതൽ സ്പെൻഡ് ചെയ്യാനുള്ള ടൈമാണ് അവിടെ കിട്ടുന്നത്. ഒന്നും വേണ്ട, നമ്മൾ ചെയ്യേണ്ട കാര്യം രാവിലെ എണീച്ച് നമ്മൾ ഫ്രഷ് ആകുന്ന ടൈം തന്നെ അവരോടും ഫ്രഷ് ആകാൻ പറയാം.
പിന്നെ മൊബൈൽ യൂസ് ചെയ്യുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ഇത്ര ടൈം നിങ്ങൾ യൂസ് ചെയ്യാണ്ടെന്ന് പറയാൻ പാടില്ല. അവർ യൂസ് ചെയ്തോട്ടെ. ഇത്ര ടൈം TV, ഇത്ര ടൈം ഫോണ്. അത് കഴിഞ്ഞ് നിങ്ങൾ എന്തെങ്കിലും ആക്ടിവിറ്റീസിൽ നിങ്ങൾക്ക് ചിത്രം വരയ്ക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക. ഇല്ലാന്നുണ്ടെങ്കിൽ മുറ്റത്ത് ഇറങ്ങി വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ഗാർഡനിങ് ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യുക. കളിക്കുന്നുണ്ടെങ്കിൽ കളിക്കാൻ പറ്റും കുട്ടികളെല്ലാം ആയിട്ട്. അങ്ങനെ ഓരോന്നിനും ടൈം നിശ്ചയിക്കുക. അങ്ങനെ ആകുമ്പം തന്നെ പിന്നെ നമ്മൾ പാരൻസും കൂടി ഇൻവോൾവ് ആവുക അവരുടെ കളിയിലും ചിരിയിലെല്ലാം. വീടൊരു സ്വർഗ്ഗമാക്കി മാറ്റാൻ അത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഇനിയിപ്പില്ലേ ഞാൻ എൻ്റെ ക്ലീനിങ് മൊത്തം കഴിഞ്ഞ് നമ്മൾ മടി പിടിച്ച് ഇരുന്ന് കഴിഞ്ഞാൽ ഫോണും നോക്കി ഇരുന്ന് കഴിഞ്ഞാൽ ഈ പണിയൊന്നും എനിക്ക് തീരൂല. പിന്നെ ചെയ്യാം. നമ്മളെ ബ്രെയിൻ എപ്പോഴും ഇല്ലേ ഓരോരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മളെ ബാക്കിൽ നിന്ന് വലിക്കും. അത് ചെയ്യേണ്ട, അത് കൂടുതൽ എഫേർട്ടാണ്, അത് കൂടുതൽ പണിയാണ്. പക്ഷെ അത് നമ്മളൊന്ന് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാലില്ലേ പിന്നെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യുക. സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു മടി മാത്രമാണ്. അത് നമ്മൾ മനസ്സിലാക്കിയാൽ തന്നെ നമ്മളെ മടി മൊത്തത്തിൽ മാറും കേട്ടോ. ഇപ്പം നിങ്ങൾ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ മനസ്സിൻ്റെ ഉള്ള ഒരുപാട് കാര്യങ്ങൾ ഓടും. എനിക്കത് ചെയ്യാനുണ്ട്, ഇത് ചെയ്യാനുണ്ട്, പിന്നെ ചെയ്യാം, അങ്ങനത്തെ ഒരു ചിന്താഗതി ആയിരിക്കും. പക്ഷെ ആ ചെയ്യാനുള്ള കാര്യം അന്നേരം തന്നെ എണീച്ച് ചെയ്തതിനാൽ പിന്നെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ആ ഒരു ഫ്ലോയിൽ ഒരുമിച്ച് ചെയ്ത് തീർക്കും. അതൊന്ന് ട്രൈ ആക്കി നോക്ക്. എന്താ പറയുക, ഞാനങ്ങനെ ചെയ്യലുണ്ട്. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ടാവേ. ഒന്നുകിൽ എനിക്ക് കിച്ചണിൽ കുറേ പണികളുണ്ടാവില്ല, എന്നുണ്ടെങ്കിൽ വീഡിയോ ഷൂട്ടിംഗ് ഉണ്ടാവില്ല, എന്നുണ്ടെങ്കിൽ ബെഡ്ഷീറ്റ് വിരിക്കാനുണ്ടാവും. അപ്പം ഫോണ് കയ്യിലുണ്ടെങ്കിൽ ഞാൻ വിചാരിക്കും ഇതെല്ലാം കുറച്ച് റെസ്റ്റ് എടുക്കുക. രാവിലെ എണീച്ചിട്ട് നമ്മൾ ഫോൺ ഉപയോഗിക്കാണ്ടിരിക്കുക, എല്ലാ പണിയും കഴിഞ്ഞിട്ട് ഉപയോഗിക്കുക. ഒരുപാട് ടൈം നമുക്ക് ഫോൺ ഉപയോഗിക്കാനും കഴിയും, വെറുതെ ഇരിക്കാനും കഴിയും. രാവിലെ ആ ഒരു ഫ്ലോയിൽ ആ ഒരു പണികളും കാര്യങ്ങളും തീർക്കുകയെന്നുണ്ടെങ്കിൽ. ഞാനില്ലേ വെജീസും കാര്യങ്ങളെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടില്ല, അതുകൊണ്ട് എനിക്ക് ഭയങ്കര എളുപ്പമായിട്ട് തോന്നുന്നുണ്ട്. ഇന്ന് ഞാൻ വെജിറ്റബിൾ ബിരിയാണിയാണ് ഉണ്ടാക്കാൻ വിചാരിക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെജിറ്റബിൾ ബിരിയാണിയാണ്. ഉണ്ടാക്കാനും ഭയങ്കര എളുപ്പമാണ്, ഭയങ്കര സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഇപ്പം എൻ്റെ പണികളെല്ലാം തീർന്ന് ഫുഡും ഉണ്ടാക്കി. ഇനിയിപ്പോൾ എനിക്ക് ഒരുപാട് സമയം എന്താ പറയുക മക്കളുടെ കൂടെ സ്പെൻഡ് ചെയ്യുക. പിന്നെ രാവിലെ തന്നെ നമസ്കാരം കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് വർക്കൗട്ട് ചെയ്യും. അത് കഴിഞ്ഞ് കുളിച്ച് ഫ്രഷ് ആയിട്ടാണ് ഞാൻ പിന്നെ കിച്ചണിലേക്ക് വരാം. കിച്ചണിലേക്കല്ല, ഇപ്പോൾ സ്കൂളില്ലാത്തതുകൊണ്ട് ഞാൻ മുറ്റത്തേക്കാണ് ഇറങ്ങുക. എന്നിട്ട് കോഴിക്കെല്ലാം ഫുഡ് കൊടുക്കും, മുറ്റത്ത് എന്തെങ്കിലും ചെടികളോ കാര്യങ്ങളോ നോക്കും. അതെല്ലാം കഴിഞ്ഞിട്ട് കിച്ചണിലേക്ക് വരും. ചായ കാര്യങ്ങളെല്ലാം ഉണ്ടാക്കും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞാൽ ആദ്യം തന്നെ അലക്കാനിടും. കിടന്നെണീച്ചാടെ തന്നെ ബെഡ്ഷീറ്റും കാര്യങ്ങളെല്ലാം വിരിക്കും. അങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്താൽ ലൈഫ് ഭയങ്കര ഈസിയാണ്, ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് കേട്ടോ. സിമ്പിളാണ് ലൈഫ്. നമ്മൾ മടി പിടിച്ചിരിക്കുന്നതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ തോന്നുന്നത്. മടി മാറ്റാനുള്ള ഏറ്റവും വലിയ വഴി ഇപ്പം തന്നെ നിങ്ങൾ എണീക്കുക. നിങ്ങൾ എന്താ പറയുക ബാക്കിൽ നിന്ന് വിളിക്കാൻ പല കാര്യങ്ങളുണ്ടാവും, അത് ചെയ്യേണ്ട, അത് നമുക്ക് കഴിയുന്നില്ല, അങ്ങനെയെല്ലാം പറയും. എന്നാലും നമ്മൾ ഇപ്പം ചെയ്യാനുള്ള കാര്യം ഇപ്പം ചെയ്യാൻ നാളത്തേക്ക് മാറ്റി വെക്കാണ്ടിരിക്കുക. നമ്മൾ നാളെ മാറ്റി വെക്കുമ്പോൾ അത് മറ്റന്നാളെ ചെയ്യുക, എൻ്റെ അപ്പുറം ചെയ്യുക. അങ്ങനെ ദിവസങ്ങൾ എത്ര ആയി കഴിഞ്ഞാലും നമ്മൾ മടി ഒരിക്കലും മാറാൻ പോകുന്നില്ല. നമ്മളൊന്ന് ആക്റ്റീവായിട്ട് നമ്മൾ ചിന്തിക്കണം നമ്മൾ മടി മാറണമെന്നുണ്ടെങ്കിൽ. അങ്ങനെ ഞാനിതാ റൈസല്ലിലെ ബസ്മതി റൈസ്, ഇന്ത്യ ഗേറ്റിൻ്റെ ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട്. അത് കഴുകി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ എന്താ പറയുക വെജിറ്റബിൾസ് കട്ടാക്കി വെച്ച് പറഞ്ഞിട്ടില്ല, അതിൽ ക്യാരറ്റ് ഉണ്ട്, ഉരുളക്കിഴങ്ങ് ഉണ്ട്, ബീൻസ് ഉണ്ട്. പിന്നെ ഗ്രീൻ പീസ് പാക്കറ്റ് ഫ്രോസൺ ഗ്രീൻ പീസ് ഞാൻ വാങ്ങിയാന്ന് ചെയ്തിട്ടുണ്ടായിന്. പിന്നെ കോളിഫ്ലവർ ഉണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മറ്റെന്താ പറയുക സോയാബീനില്ലേ അത് വെള്ളത്തിൽ കുതിർത്തിട്ട് ഇട്ട് കൊടുക്കാൻ, ഞാൻ ഇട്ട് കൊടുക്കുന്നില്ല. അങ്ങനെ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന വെജിറ്റബിൾ ബിരിയാണി കണ്ടുനോക്കാം. ഞാനിതാ 2 കപ്പ് ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പം വെള്ളം തിളപ്പിക്കുക. നമ്മൾ മന്തിക്കെല്ലാം ചെയ്യൂലേ സെയിം വെള്ളം തിളപ്പിക്കുക, അതിൽ കുറച്ച് ഓയിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഈ റൈസ് ഒരു 90% മാത്രം വേവിച്ചെടുക്കുക. റൈസിന് നല്ലൊരു തൂവെള്ള നിറം കിട്ടാൻ വേണ്ടിക്ക് കുറച്ച് ചെറുനാരങ്ങയും കൂടി തിള വരുന്ന സമയം പിഴിഞ്ഞ് കൊടുക്കുക. എന്നിട്ട് കറാമ്പൂ, പട്ട, ഏലക്ക. ഈ കറാമ്പൂ ചേർത്ത് കൊടുക്കുമ്പോൾ 2 എണ്ണം മാത്രം ചേർത്ത് കൊടുക്കുക, കുറേ ചേർത്ത് കൊടുക്കണ്ട. ഏലക്ക ഒരു 3-4 ചേർത്ത് കൊടുക്കുക. പട്ട, ബേ ലീഫ്, ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒരു 90% വേവിച്ചെടുക്കാം. അതിനിടയിൽ മസാല റെഡിയാക്കാൻ വേണ്ടിക്ക് ഞാനിതാ ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഗീയും കൂടി ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഉള്ളി ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. ഞാൻ 2 ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. ഉള്ളിയിൽ ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്നത് വരെ ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ ഇത് നമുക്ക് കുക്കറിൽ ചെയ്യുന്നുണ്ടെങ്കിൽ കുക്കറിലും ചെയ്തെടുക്കാം കേട്ടോ. ഇങ്ങനെ വെള്ളം ഊറ്റാണ്ട് കുക്കറിൽ എന്താ പറയുക നമ്മൾ മസാല എല്ലാം റെഡിയാക്കി അരി ഇട്ട് കൊടുത്ത് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് വിസിലയിപ്പിച്ചാൽ മതി. ഇതിപ്പം ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇല്ലേ നമുക്ക് ഒരു കാര്യങ്ങളോട് ഷെയർ ആക്കാനുണ്ട്.
എൻ്റെ ഫോളോവേഴ്സിനോട് പറയാനുള്ള ഒരു കാര്യമാണ്, സബ്സ്ക്രൈബേഴ്സിനോട് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താ പറയുക, വേറൊരു ചാനലിൻ്റെ അടിയിൽ എൻ്റെ പേര് വെച്ചിട്ട് ഒരു മെസ്സേജ് കണ്ടിട്ടുണ്ടായിന്. എനിക്കൊരു വേറൊരു സബ്സ്ക്രൈബർ അയച്ചെന്നതാണ് നിങ്ങളെ പേര് ഈ വീഡിയോയിൻ്റെ ടാലൻ്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ പണ്ടേ പറയുന്നതാണ്, എൻ്റെ പേര് നിങ്ങൾക്ക് ആരോടെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എൻ്റെ പേര് യൂസ് ചെയ്തിട്ട് പറയണ്ട. അത് അവർക്ക് എന്നോട് ദേഷ്യം ഉണ്ടാക്കാൻ കാരണം ഉണ്ടാവും കേട്ടോ. കാര്യം പല തെറ്റിദ്ധാരണകളും അങ്ങനെയാണ് വരുന്നത്. ഇനിയിപ്പം ആരെങ്കിലും എൻ്റെ വീഡിയോ അതുപോലെ ഫോളോ ചെയ്യുന്നതിനെ കൊണ്ട് എനിക്കൊരു പ്രശ്നവുമില്ല. കാര്യം അവർക്ക് എന്നെ അത്രയും ഇൻഫ്ലുവൻസ് ചെയ്യുന്നതുകൊണ്ടായിരിക്കാം അവരങ്ങനെ ചെയ്യുന്നത്. ഇതിപ്പം നമ്മൾ എന്താ പറയുക, വീടിൻ്റെ പെയിൻ്റ് ആയിക്കോട്ടെ, ഏത് കാര്യങ്ങളായിക്കോട്ടെ, ഞാൻ യൂസ് ചെയ്യുന്ന പാത്രങ്ങളായിക്കോട്ടെ, അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്ത ഏതെങ്കിലും വീഡിയോസ് ആയിക്കോട്ടെ, അതുപോലെ ഫോളോ ചെയ്യുന്നതിനെ കൂടെയൊക്കെ ഭയങ്കര സന്തോഷമാണ്. കാര്യം അവർക്ക് അത്രയും നമ്മൾ കാരണം അവർക്ക് അത്രയും മാറ്റങ്ങൾ വരാമെന്ന് പറയുമ്പോൾ എനിക്ക് സന്തോഷമുള്ള കാര്യമാണ്. അതിൽ എനിക്കൊരു കുഴപ്പമില്ല. അപ്പം എൻ്റെ സബ്സ്ക്രൈബേഴ്സിനും അതിൽ കുഴപ്പം വേണ്ട. കാര്യം നിങ്ങളിപ്പോൾ ഒരു കാര്യം ഞാൻ ചെയ്യുമ്പോൾ അതുപോലെ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു യൂട്യൂബർ ആയിക്കോട്ടെ, അവർക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നതുകൊണ്ടായിരിക്കില്ല അവരും അങ്ങനെ ചെയ്യുന്നത്. അതിൽ ഞാൻ സന്തോഷിക്കല്ലേ വേണ്ടേ, അഭിമാനിക്കല്ലേ വേണ്ടേ. അതുകൊണ്ട് തന്നെ എൻ്റെ പേര് വെച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാൻ പാടില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നിങ്ങളെ പേര് വെച്ചിട്ട് തന്നെ പറയാം കേട്ടോ. അത് ഒരു വീഡിയോയിൽ ഞാൻ അങ്ങനെ എൻ്റെ പേര് വെച്ചിട്ട് കണ്ടുകൊണ്ട് ഞാൻ പറയുന്നതാണ്. അതാരായിക്കഴിഞ്ഞാലും നിങ്ങൾ ആ കമൻറ്റ് ഡിലീറ്റ് ചെയ്യുക കേട്ടോ. അപ്പം മനുഷ്യന്മാർ ഒരു കാര്യം പറയാമെന്നുണ്ടെങ്കിൽ അത് ഞാൻ പറയാം. ഒരു മിനിറ്റ്. ഞാനില്ലേ അതിനിടയിൽ പനീറിലില്ലേ മുളക് പൊടി ഉപ്പും കൂടി ഇട്ടിട്ട് ഉള്ളി ഫ്രൈ ആക്കിയ ശേഷം അതേ എണ്ണയിലൊന്ന് ഫ്രൈ ആക്കി എടുക്കലാണ്. ഇപ്പം മനുഷ്യന്മാർ ഒരു കാര്യം പറയാമെന്നുണ്ടെങ്കിൽ ആരും ഒന്നും സമ്മതിക്കുന്ന ആൾക്കാരല്ല. ഇതിപ്പം വേറൊരാളെ കണ്ടിട്ടായിരിക്കും എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നത്. പക്ഷെ അതൊരിക്കലും അവർ സമ്മതിച്ച് തരില്ല. ഏതൊരു ഫീൽഡാണെന്നുണ്ടെങ്കിലും ബെസ്റ്റ് ആവാനാണ് ഓരോരോ ആൾക്കാരും ശ്രമിക്കുക. അതിപ്പം അത് ഫീൽഡാണെന്നുണ്ടെങ്കിലും അങ്ങനെ തന്നെയാണ്. അതിപ്പം നിങ്ങൾ പോയിട്ട് അത് അവർ ചെയ്തതാണല്ലോ എന്ന് പറഞ്ഞാൽ അത് അവർക്കൊരിക്കലും സമ്മതിക്കില്ല. അവരുടെ ഈഗോ അവിടെ വളരും. അവർ എനിക്കെതിരെ കാര്യങ്ങൾ പ്രവർത്തിക്കാനും ഇല്ലാണ്ടാക്കാനും ശ്രമിക്കും. അപ്പോൾ അത് എനിക്ക് ഇല്ലാണ്ടാക്കാൻ ശ്രമിക്കുന്നതുകൊണ്ടൊന്നുമല്ല, അതെനിക്ക് മെൻ്റലി എനിക്കൊരു എന്തിനാ വെറുതെ ഒരാൾ എന്നോട് ദേഷ്യം വെക്കുന്നത് ഞാൻ ചെയ്യാത്തൊരു കാര്യത്തിന്. അതുകൊണ്ടാണ് ഞാനിത് ഈ വീഡിയോയിൽ ക്ലിയർ ആക്കിയത്. ഇപ്പം എൻ്റെ ഉമ്മാൻ്റെ വീട്ടിലത്തെ പെയിൻറ്റ് കാണാൻ ആഗ്രഹിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. എന്നോട് പറയലുണ്ട് ആ വീടിൻ്റെ വർക്ക് നടക്കുകയെന്ന്, പെയിൻറ്റ് എങ്ങനെയാക്കിയ, കിച്ചൺ എങ്ങനെയാക്കിയ, വാർഡ്രോബും കാര്യങ്ങൾ എങ്ങനെയാക്കിയ അത് കണ്ടിട്ട് അതുപോലെ ചെയ്യാനാന്ന് പറയലുണ്ട്. അത് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷവും. അതിൽ 2-3 യൂട്യൂബേഴ്സും ഉണ്ട് വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരിൽ. അപ്പോൾ അവരും എന്നോട് ചോദിക്കലുണ്ട്, വർക്ക് നടക്കുന്നുണ്ട്, ഒന്ന് സ്പീഡാക്കടാ, നിൻ്റെ വീഡിയോ കാണാൻ വേണ്ടിക്കാന്ന്, അതിൽ എന്തെങ്കിലും എടുക്കാൻ പറ്റുമെങ്കിൽ എടുക്കാൻ വേണ്ടിക്കാന്ന്. അപ്പം അത് നമുക്ക് ഹാപ്പി ആയിട്ടുള്ള കാര്യം നമ്മളത്രയും ഇഷ്ടമായതുകൊണ്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ അത്രയും അവർക്ക് വിശ്വാസം ആയതുകൊണ്ടിരിക്കില്ല അത് അങ്ങനെ ചെയ്യുന്നത്. അപ്പം നിങ്ങൾ പോയിട്ട് ബാഡ് കമൻറ്റ് ഇടാണ്ടിരിക്കുക കേട്ടോ. അത്രയും നമുക്ക് പറയാനുള്ളൂ. അപ്പോൾ അതിൻ്റെ ഇടയിലില്ലേ കുറേ ഞാൻ സംസാരിച്ചു. സോറി, അത് എനിക്ക് നല്ലോണം ഫീൽ ചെയ്തുകൊണ്ട് ഞാൻ സംസാരിച്ച കാര്യമാണ്. ഒരാളെ ഞാൻ കാരണം എൻ്റെ പേര് ഉപയോഗിച്ചിട്ട് വിഷമിപ്പിക്കാന്നുള്ളത് എനിക്ക് അത് ശരിയായിട്ട് എനിക്ക് തോന്നില്ല. അതുകൊണ്ടാണ്. പിന്നില്ലേ അതിൻ്റെ ഇടയിലില്ലേ ഞാൻ എന്താ പറയുക ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. എന്താ പറയുക ഒരു പനീർ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്ത് റോസ്മെല്ല് മാറിയ ശേഷം വെജീസ് ചേർത്ത് കൊടുത്ത് എന്നിട്ട് അതിലേക്ക് ഗരം മസാല പൗഡർ, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് വഴറ്റിയിട്ടുണ്ട്. എന്നിട്ട് ഇതാ ഊറ്റി വെച്ച റൈസ് അതിന് മുകളിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. വഴറ്റം മാത്രമല്ല ചെയ്ത് വെജീസ് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്നിട്ട് ഇതാ ദം ചെയ്തെടുക്കലാണ്. ഞാൻ ആ സംസാരത്തിനിടയിൽ വിട്ടുപോയതാണ്. കറക്റ്റ് ഞാൻ ഉള്ളി ഫ്രൈ ആക്കിയ ശേഷം പനീർ ഫ്രൈ ആക്കി. എന്നിട്ട് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി റോസ്മെല്ല് മാറുന്നത് ഒരു വഴറ്റി. എന്നിട്ട് അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച വെജീസ് ഇട്ട് കൊടുത്ത് എന്നിട്ട് അതിലേക്ക് ഗരം മസാല പൗഡർ, ഉപ്പ്, കുരുമുളക്, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് 1/2 ടീസ്പൂൺ വീതം. എന്നിട്ട് അത് അടച്ച് വെച്ച് വേവിച്ച ശേഷം ഒന്ന് അതിലേക്ക് ഫ്രൈ ആക്കി വെച്ച ഉള്ളി ഒരു കൈപ്പിടി നിറയെ മല്ലിയിലും പുതിനയിലും. എന്നിട്ടത് എല്ലാം മിക്സാക്കി അതിന് മുകളിലാണ് നമ്മൾ ഊറ്റി വെച്ച റൈസ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് അതിന് മുകളിൽ വീണ്ടും നമ്മൾ ഫ്രൈ ആക്കി വെച്ച പനീർ ചേർത്ത് കൊടുത്തു, മല്ലിയില, ഫ്രൈ ആക്കി വെച്ച ഉള്ളി ചേർത്ത് കൊടുത്തു. എന്നിട്ട് ദം ചെയ്തെടുത്ത്. ബിരിയാണിയിലും ദം ചെയ്യാൻ എല്ലാവർക്കും അറിയുന്ന തന്നെയല്ലേ, നല്ല ടേസ്റ്റുള്ള ഒരു ഐറ്റമാണ്. പിന്നെ ഞാൻ പറയാൻ വിട്ടുപോയത് ചെറിയ ജീരകയില്ലേ, ക്യുമിൻ സീഡും കൂടി ചേർത്ത് കൊടുക്കണം. നമ്മൾ ഗരം മസാല പൗഡറെല്ലാം ചേർത്ത് കൊടുക്കൂലേ, ആ സമയം തന്നെ വെജീസിലേക്ക് ക്യുമിൻ സീഡും കൂടി പൊടിച്ചത് ചേർത്ത് കൊടുക്കുക. അത് നല്ലൊരു ഫ്ലേവർ കൊടുക്കും കേട്ടോ നമ്മുടെ റൈസിന്. അപ്പോൾ എന്തായാലും ട്രൈ ആക്കി നോക്കാം.
ഒരു തമിഴ്നാടൻ സ്റ്റൈൽ വെജിറ്റബിൾ ബിരിയാണിയാണ്. നിങ്ങളെന്തായാലും ഉണ്ടാക്കി നോക്കട്ടോ. ഇനിയിപ്പോൾ ഇതാ വേറൊന്നുമില്ല, ഞാൻ ഇക്കാക്ക് വിളമ്പി കൊടുക്കലാണ്. നല്ല ടേസ്റ്റുള്ള ഐറ്റം. നിങ്ങളെന്തായാലും ഉണ്ടാക്കി നോക്ക്. ഫ്രൈൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല, നമ്മൾ പനീർ ഫ്രൈ ആക്കി ചെല്ലിട്ട് കൊടുത്തേ. അപ്പോൾ എന്താ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പിന്നെ ഞാൻ എന്തെങ്കിലും പറഞ്ഞില്ല, ആർക്കെങ്കിലും വിഷമമായിട്ടുണ്ടെങ്കിൽ സോറി. കാര്യം എനിക്ക് ഇഷ്ടമല്ല എൻ്റെ പേര് വെച്ചിട്ട് വേറൊരു യൂട്യൂബറിനെ കമൻറ്റ് ബോക്സിൽ പോയിട്ട് നിങ്ങൾ അവരെ കോപ്പി അടിച്ചതാണെന്ന് അങ്ങനെയൊന്നും പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല. കാര്യം അവർക്ക് തന്നെ ഇഷ്ടമായതുകൊണ്ടിരിക്കില്ല അവരങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അത് ഞാനും അവരും തമ്മിലൊരു നിങ്ങൾ പ്രശ്നം ക്രിയേറ്റ് ചെയ്യുക അങ്ങനത്തെ രീതിയിലല്ലേ നിങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ട് അങ്ങനെ ചെയ്യാണ്ടിരിക്കുക കേട്ടോ. ഒരാളെ മനസ്സിൽ ഞാൻ കാരണം നിങ്ങൾ ആ ഒരു കമൻറ്റ് ഇടുമ്പം അവർക്ക് എന്നോട് വെറുപ്പാന്ന് വരാം. അതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരേക്കും ഇൻഷാ അല്ലാഹ് അസ്സലാമു അലൈക്കും. ബൈ.